ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കോപ്പറേറ്റീവ് ലോയുടെ 11 മുതൽ 15 വരെയുള്ള സെക്ഷൻസ് നോക്കാം. സെക്ഷൻ 11 ആൻഡ് റൂൾ 12 ചേഞ്ച് ഓഫ് ലയബിലിറ്റി. KCS ആക്ട് പ്രകാരം ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റികൾ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു സെക്ഷൻ 5 രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ഒരു അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി ലിമിറ്റഡ് ലയബിലിറ്റിയായി ചേഞ്ച് ചെയ്യണമെങ്കിൽ ബൈലോ അമെൻമെൻറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ചേഞ്ച് ചെയ്യാൻ സാധിക്കൂ. ബൈലോ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ജനറൽ ബോഡിക്കാണുള്ളത്. അപ്പോൾ ഒരു സൊസൈറ്റി ലിമിറ്റഡ് ലയബിലിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്യണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ 7 ദിവസത്തെ നോട്ടീസ് കൊടുത്തുകൊണ്ട് ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. അതിൽ റിസൊല്യൂഷൻ അവതരിപ്പിക്കുകയും 3/2 ഭൂരിപക്ഷത്തോടെ റിസൊല്യൂഷൻ പാസ്സാകുകയും ചെയ്താൽ മാത്രമേ ലയബിലിറ്റി ചേഞ്ച് ചെയ്യാൻ സാധിക്കൂ. ഇങ്ങനെ പ്രമേയം പാസ്സായിക്കഴിഞ്ഞാൽ സൊസൈറ്റിയിലെ മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിനും നോട്ടീസ് കൊടുക്കണം. അവർക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അവരുടെ ഷെയറുകളും ഡിപ്പോസിറ്റ്സും വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് 2 മാസത്തെ സമയം കൊടുക്കണം. അങ്ങനെ അവർക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ 2 മാസത്തെ സമയത്തിനുള്ളിൽ അവർക്ക് അവരുടെ ഷെയറുകളും ഡിപ്പോസിറ്റും വിഡ്രോ ചെയ്യാവുന്നതാണ്. ഈ മെമ്പേഴ്സും ക്രെഡിറ്റേഴ്സും ഈ 2 മാസത്തെ സമയത്തിനുള്ളിൽ പ്രതികരിച്ചില്ലെങ്കിൽ അതിന് അർത്ഥം അവർ ആ ചേഞ്ച് ഓഫ് ലയബിലിറ്റി അംഗീകരിക്കുന്നു എന്നതാണ്. ഇത്രയും പോയിൻറ്റ്സേ ഉള്ളൂ ഇമ്പോർട്ടൻ്റ് ആയ ചേഞ്ച് ഓഫ് ലയബിലിറ്റിയിൽ. ഈ ബൈലോ ഭേദഗതി ചെയ്താൽ അത് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അത് വാലിഡ് ആവുകയുള്ളൂ. സെക്ഷൻ 12 ആൻഡ് റൂൾ 9 അമെൻമെൻറ്റ് ഓഫ് ബൈലോസ്. ഒരു സൊസൈറ്റിക്ക് അതിൻ്റെ ബൈലോയിൽ ഭേദഗതി വരുത്തുവാൻ സാധിക്കും. അതിനായി 15 ദിവസത്തെ നോട്ടീസ് കൊടുത്തുകൊണ്ട് ഒരു ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും അതിൽ 3/2 ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസ്സാവുകയും വേണം. എന്നാൽ മാത്രമേ ബൈലോ ഭേദഗതി വരുത്തുവാൻ സാധിക്കൂ. ഇങ്ങനെ പാസ്സായ പ്രമേയത്തിൻ്റെ ഒരു കോപ്പി 1 മാസത്തിനുള്ളിൽ രജിസ്ട്രാർക്ക് ഫോർവേഡ് ചെയ്തിരിക്കണം. Copy of resolution forwarded to registrar within 1 month of passing resolution. ഇനി ഈ അമെൻഡഡ് ബൈലോ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ വാലിഡ് ആവുകയുള്ളൂ. അതിനുള്ള ആപ്ലിക്കേഷൻ രജിസ്ട്രാർക്ക് സമർപ്പിക്കണം. രജിസ്ട്രാർക്ക് സമർപ്പിക്കുന്ന ആപ്ലിക്കേഷനിൽ സെക്രട്ടറിയും 2 മെമ്പേഴ്സും സൈൻ ചെയ്തിരിക്കണം. ഇതിനു മുമ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് എത്ര മെമ്പേഴ്സാണ് സൈൻ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ബൈലോ അമെൻമെൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനിൽ സെക്രട്ടറിയും 2 മെമ്പേഴ്സും സൈൻ ചെയ്തിരിക്കണം. ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ പൊതുയോഗത്തിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു സ്റ്റേറ്റ്മെൻറ്റും അറ്റാച്ച് ചെയ്തിരിക്കണം. അതിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി ചേർത്തിരിക്കണം. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. 1, എന്നാണ് പൊതുയോഗം കൂടിയത്, പൊതുയോഗം കൂടിയ ഡേറ്റ്. 2, നോട്ടീസ് കൊടുത്ത തീയതിയും പൊതുയോഗം കൂടിയ തീയതിയും തമ്മിൽ എത്ര ദിവസങ്ങളുടെ വ്യത്യാസമുണ്ട്. 3, നിയമാവലി അനുസരിച്ച് എത്ര ദിവസത്തെ നോട്ടീസാണ് കൊടുക്കേണ്ടത്. 4, എത്ര അംഗങ്ങളാണ് പൊതുയോഗത്തിൽ പങ്കെടുത്തത്. 5, എത്ര അംഗസംഖ്യയാണ് സൊസൈറ്റിക്ക് ഉള്ളത്. 6, എത്ര പേരാണ് വോട്ട് ചെയ്തത്, പൊതുയോഗത്തിൽ എത്ര പേരാണ് വോട്ട് ചെയ്തത്. 7, എത്ര പേരാണ് അനുകൂലമായി വോട്ട് ചെയ്തത്. 8, എത്ര പേരാണ് വോട്ട് എതിരായി ചെയ്തത്. ഇത്രയും കാര്യങ്ങളടങ്ങിയ ഒരു സ്റ്റേറ്റ്മെൻറ്റും ആപ്ലിക്കേഷൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം. അതുമാത്രമല്ല 3 ഡോക്യുമെൻറ്റ്സ് കൂടി അറ്റാച്ച് ചെയ്തിരിക്കണം. അതിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സിസ്റ്റിംഗ് ബൈലോയുടെ ഒരു കോപ്പി, അതായത് നിലവിലുള്ള ബൈലോയുടെ ഒരു കോപ്പിയും ഏത് സെക്ഷനാണ് ഭേദഗതി വരുത്തിയത് അതിൻ്റെ ഡീറ്റെയിൽസും വിശദവിവരങ്ങളും കാരണങ്ങളും അടങ്ങിയ ഒരു ഡോക്യുമെൻറ്റും. 2, ആ ഭേദഗതി ചെയ്ത ബൈലോ ഭേദഗതി ചെയ്തതിൻ്റെ 4 കോപ്പികൾ. 3, ബൈലോ അമെൻമെൻറ്റ് ചെയ്യാനുള്ള ഫീസ് 500 രൂപയാണ് ഫീസ്. അതിൻ്റെ ട്രഷറിയിൽ അടച്ച ചെല്ലാൻ രസീത്. അങ്ങനെ 3 ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്തിരിക്കണം. സാധാരണ കേസിൽ 500 രൂപയാണ് ഫീസ്. എന്നാൽ വുമൺസ്, SC, ST, സ്കൂൾ സൊസൈറ്റീസിൽ 50 രൂപയാണ് ഫീസ്. ഇത്രയും കാര്യങ്ങളാണ് ആപ്ലിക്കേഷനോടൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കേണ്ടത്. ഈ
ഇനി ഈ ആപ്ലിക്കേഷൻ കൈപ്പറ്റിക്കഴിഞ്ഞാൽ അതിൽ 90 ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കണം. ഓർത്തു വയ്ക്കണം, 90 ഡേയ്സ്, 90 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു തീരുമാനം രജിസ്ട്രാർ എടുത്തിരിക്കണം. ഇനി ഈ ആപ്ലിക്കേഷൻ നിരസിക്കുകയാണെങ്കിൽ ആ ഓർഡർ വന്നത് മുതൽ 7 ദിവസത്തിനുള്ളിൽ സൊസൈറ്റിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. 90 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുത്തിരിക്കണം. നിരസിക്കുകയാണെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ സൊസൈറ്റിയെ അറിയിച്ചിരിക്കണം. ആപ്ലിക്കേഷൻ നിരസിക്കുകയാണെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കാൻ സാധിക്കും. ഈ ടൈം ലിമിറ്റൊക്കെ ഓർത്ത് വയ്ക്കണം. ഇനി അമെൻമെൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് രജിസ്ട്രാർ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനോടും സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനോടും കൺസൾട്ട് ചെയ്തിരിക്കണം. അപ്പക്സ് സൊസൈറ്റിയുടെയും സെൻട്രൽ സൊസൈറ്റിയുടെയും കാര്യത്തിൽ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനോടും മറ്റ് സൊസൈറ്റികളുടെ കാര്യത്തിൽ സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനോടും ഫിനാൻസിംഗ് ബാങ്കിനോടും കൺസൾട്ട് ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് അമെൻമെൻറ്റ് ഓഫ് ബൈലോയിൽ ഓർത്തു വയ്ക്കാനുള്ളത്. സെക്ഷൻ 13 വെൻ അമെൻമെൻറ്റ്സ് ഓഫ് ബൈലോ കെയിം ഇൻ ടു ഫോഴ്സ്. അമെൻമെൻറ്റ് ഓഫ് ബൈലോ പ്രാബല്യത്തിൽ വരുന്നതിനെക്കുറിച്ചാണ് സെക്ഷൻ 13 പറയുന്നത്. പ്രാബല്യത്തിൽ വരുന്ന തീയതി പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നാണോ രജിസ്റ്റർ ചെയ്യുന്നത് അന്നു മുതൽ പ്രാബല്യത്തിൽ വരും. സെക്ഷൻ 13A സബ്ജക്റ്റ് ടു മാറ്റർ ഓഫ് ബൈലോ. അതായത് ഒരു സഹകരണ സംഘം അവയുടെ ബൈലോ തയ്യാറാക്കിയ വകുപ്പുകൾക്കും ചട്ടങ്ങൾക്കും വിധേയമായിട്ടായിരിക്കണം. ആക്ടിനും റൂൾസിനും വിധേയമായിട്ടായിരിക്കണം ഒരു സൊസൈറ്റി അതിൻ്റെ ബൈലോ തയ്യാറാക്കേണ്ടത്. അതിനെതിരായിട്ട് തയ്യാറാക്കാൻ പാടില്ല. ഇതാണ് സെക്ഷൻ 13A പറയുന്നത്. സെക്ഷൻ 14 ആൻഡ് റൂൾ 13 അമാൽഗമേഷൻ, ഡിവിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് സൊസൈറ്റീസ്. സൊസൈറ്റിയിലെ അമാൽഗമേഷൻ ചെയ്യുന്നതോ ഡിവിഷൻ ചെയ്യുന്നതോ ബാധ്യതയോ അസറ്റോ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെക്കുറിച്ചാണ് സെക്ഷൻ 14 പറയുന്നത്. ചേഞ്ച് ഓഫ് ലയബിലിറ്റിയുടെ കേസ് തന്നെയാണ് ഇവിടെയും. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടുക, റെസൊല്യൂഷൻ പാസ്സാക്കുക, മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിനും 2 months സമയം കൊടുക്കണം. അവർക്ക് ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതോ അമാൽഗമേഷനോ ഡിവിഷനോ താല്പര്യമില്ലെങ്കിൽ അവരുടെ ഷെയറുകളും ഡിപ്പോസിറ്റും ഒക്കെ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് 2 months സമയം കൊടുക്കുക. ഇത്രയും കാര്യങ്ങളെ സെക്ഷൻ 14 ഉള്ളൂ. സെക്ഷൻ 14A പ്രൊമോഷൻ ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. മെമ്പേഴ്സിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിന് സഹായിക്കുമെന്ന് ഒരു സൊസൈറ്റിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ അതിൻ്റെ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷനായി സ്വീകരിക്കാവുന്നതാണ്. അതിനെക്കുറിച്ചാണ് സെക്ഷൻ 14A പറയുന്നത്. സെക്ഷൻ 14B പാർട്ണർഷിപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. 2 അതിലധികമോ സൊസൈറ്റികൾക്ക് പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാവുന്നതാണ്. അതിനായി ഓരോ സൊസൈറ്റിയും ജനറൽ ബോഡി വിളിച്ചുകൂട്ടി തീരുമാനം എടുക്കുകയും രജിസ്ട്രാറുടെ മുൻകൂർ അനുമതി വാങ്ങിക്കുകയും വേണം. ഇതിനെക്കുറിച്ചാണ് സെക്ഷൻ 14B പറയുന്നത്. സെക്ഷൻ 15 ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഒരു സംഘം അതിൻ്റെ ആസ്തിയോ ബാധ്യതയോ മറ്റൊരു സംഘത്തിന് കൈമാറ്റം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ 2 സഹകരണ സംഘങ്ങൾ തമ്മിൽ അമാൽഗമേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു സഹകരണ സംഘം ഡിവിഷൻ ചെയ്ത് 2 അതിലധികമോ സഹകരണ സംഘമായി മാറുകയോ ചെയ്യുമ്പോൾ ആ സഹകരണ സംഘത്തിൻ്റെ രജിസ്ട്രേഷൻ ഇല്ലാണ്ടാകും. അതിനെക്കുറിച്ചാണ് സെക്ഷൻ 15 പറയുന്നത്. ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്.